ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കായത്തൊലി മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഈ കായത്തൊലി മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉണക്കപ്പയർ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഉണക്കപ്പയർ കുതിർത്താണ്ടുള്ള ഉണക്കപ്പയറാണ്. അപ്പം ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് മറന്നു പോയതാണ്. അപ്പോൾ ഇതുപോലെ മറന്നു പോകുമ്പോൾ നമുക്ക് കുതിർത്താണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പയർ വെന്ത് കിട്ടും. പയറിനൊന്നും അധികം വേവില്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഞാൻ ഈ പയർ നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പയറിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിലടിക്കാം. അപ്പോൾ ഞാൻ സാധാരണ കുതിർത്തിയിട്ടുള്ള പയറിന് 2 വിസിലാണ് അടിക്കാറ്. അപ്പം ഞാനിതൊരു 3 വിസിലാണ് അടിക്കണത് ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ പയർ ഇവിടെ വെന്ത് വരട്ടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വേവിച്ചതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഞാൻ അതുപോലെയൊന്നും ചെയ്യണില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് പയർ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 3 വിസിലടിച്ചിട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. പയർ ഇവിടെ നമുക്കൊരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കായത്തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായത്തൊലി ഞാൻ ഇതുപോലെ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കായത്തൊലിയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പയറിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കായത്തൊലിയിലേക്ക് മാത്രമുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടിക്കാം. ഇത് നമുക്ക് വിസിലടിക്കാണ്ട് വെറുതെ മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനാണ് ഞാനൊരു വിസിലടിക്കണത്. പയറും കായത്തൊലിയും ഒരു വിസിൽ വന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് ഈ സവാള നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സവാളയും ഈ വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ഞാനിതിലേക്ക് കുറച്ച് മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കപ്പോൾ എരിവ് ഇത് മതി എന്നുണ്ടെങ്കിൽ ഈ വറ്റൽമുളക് തന്നെ ചേർക്കാം. പക്ഷേ വറ്റൽമുളക് ഇട്ട് കൊടുത്താലും നമ്മൾ മുളകും പൊടിയും കൂടി ഇതിൽ ചേർക്കുമ്പോഴാണ് ആ മുളകും പൊടിയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് മൂത്ത് വരുമ്പോഴാണ് മുളകും പൊടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. സവാള പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉപ്പേരിയിലുള്ള ഉപ്പ് നോക്കിയിട്ട് വേണം സവാളയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമാവാനായിട്ട് പാടില്ല. ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ സ്റ്റീമൊക്കെ പോയിട്ടുള്ള കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇവിടെ പയറും കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഉള്ളിയും ഇടിച്ച മുളകൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്ത് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്.
ഇപ്പോൾ മുളകൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ കായത്തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെറുതായിട്ടാണ് വെള്ളത്തിൻ്റെ അംശമുള്ളത്. അതോടുകൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പയർ കായത്തൊലി ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉപ്പേരി ആർക്കൊക്കെ എത്ര പേർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു മെഴുക്ക് പുരട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.